കൈലാസത്തിൽ മഹാദേവൻ തന്റെ പത്നിയായ പാർവതിക്ക് വേദങ്ങൾ വിശദീകരിക്കുമ്പോൾ ഒരിക്കൽ അവളുടെ ശ്രദ്ധ തെറ്റി. അതിൽ ക്രോധിതനായ ശിവൻ, നീ ഭൂമിയിൽ ഒരു മീൻപിടുത്തക്കാരിയുടെ രൂപത്തിൽ ജനിക്കട്ടെ എന്ന് ശപിച്ചു. ശിവന്റെ വാക്കുകൾക്ക് പിന്നാലെ പാർവതി അദൃശ്യമായി. അവളെ നഷ്ടപ്പെട്ട ശിവൻ ദുർബലനായി ദുഃഖിച്ചു. ദേവി പാർവതി ഒരു കുഞ്ഞു പെൺകുട്ടിയുടെ രൂപത്തിൽ ജനിച്ചു. ഒരു മീൻപിടുത്തക്കാരുടെ കൂട്ടായ്മയുടെ തലവൻ ആ കുഞ്ഞിനെ ഒരു വൃക്ഷത്തിനടിയിൽ കണ്ടു. കരുണയോടെ അവൻ കുട്ടിയെ വളർത്താൻ തീരുമാനിച്ചു. അവൾക്ക് പാർവതി എന്ന പേര് നൽകി. വർഷങ്ങൾ കടന്നുപോയി. അതേസമയം കൈലാസത്തിൽ ശിവൻ ഇപ്പോഴും തന്റെ പ്രിയപത്നിയെ അനുസ്മരിച്ച് വ്യസനത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ നന്ദി ദേവിയെ തിരികെ കൊണ്ടുവരാൻ ഒരു പദ്ധതി ആലോചിച്ചു. അടുത്ത ദിവസം നന്ദി ഒരു ഭീമാകാരമായ മീനിന്റെ രൂപം സ്വീകരിച്ചു. മീൻപിടുത്തക്കാരെ ശല്യപ്പെടുത്തി. ഇത് തടയാൻ നേതാവ് പ്രഖ്യാപിച്ചു, ആ മീനെ പിടിക്കുന്നവനു എന്റെ മകളെ വിവാഹം ചെയ്യാം. പല യുവ മീൻപിടുത്തക്കാരും ശ്രമിച്ചെങ്കിലും ആരും മീനെ പിടിക്കാൻ കഴിയില്ല. ശിവൻ ഒരു മീൻപിടുത്തക്കാരന്റെ രൂപത്തിൽ വന്ന് ഭീമാകാരമായ മീനിനെ നന്ദിയെ പിടികൂടി. വിജയത്തോടെ ശിവൻ പാർവതിയെ വിവാഹം കഴിച്ചു. അവരുടെ ദൈവിക ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടു. ശിവനും പാർവതിയും വീണ്ടും ഒരുമിച്ചു.